മെയ് 2 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ നിങ്ങൾ എഴുതുന്ന ആദ്യ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. 1, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഒരിക്കലും ഇതൊരു പരീക്ഷണ എക്സാം ആയിട്ട് കണക്കാക്കരുത്. ഇത്രയും നിയമനം നടക്കുന്ന മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ട് എഴുതാൻ പോകുന്നില്ല. കാര്യം കമ്പനി ബോർഡ് ഓഫ് സ്റ്റഡി ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം കൂടെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3500 മുതൽ 4000 നിയമനങ്ങളാണ് അതിനകത്ത് നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താൽ, ഒരിക്കൽ കൂടെ കേരള PS നടത്തുന്ന ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനും കൂടെ ചേർത്തെടുത്താലും അങ്ങേയറ്റം പോയാൽ ഒരു 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് 4000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ആകെ 3,95,000 ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. അതിൽ 4000 വേക്കൻസി ഉണ്ട് എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തേക്കുന്ന 99 ഒരാൾക്ക് ജോലി. ഇതാണ് സാധ്യത. അതൊരു നിസ്സാര സാധ്യതയല്ല. രണ്ടാമതായിട്ടും PS നോക്കുന്നത് ഇപ്പോ 100 ക്വസ്റ്റ്യന് 100 എണ്ണം അറ്റൻഡ് ചെയ്തോ, അല്ലെങ്കിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്തോ, അതല്ല PS നോക്കുന്നത്. അപ്പൊ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഒരു ക്വാളിഫയിങ് എക്സാം, ഓക്കെ. അല്ലാതെ പ്രിലിംസിൽ കൂടുതൽ മാർക്ക് മേടിച്ചാൽ നമുക്ക് മെയിൻസിന് പ്രത്യേകിച്ച് ഒരു പരിഗണന അങ്ങനെയൊന്നും കിട്ടത്തില്ല. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അതായത് 2021 മുതൽ 2025 വരെ കേരള PS നടത്തിയ 13 ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്താൽ അതിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്ന മാക്സിമം 55 മാർക്കാണ്. അപ്പോ നമ്മുടെ ലക്ഷ്യം പോയി 100-ന് 100 മേടിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യുക, നെഗറ്റീവ് കൂട്ടുക, അതൊന്നുമല്ല, മറിച്ച് ഒരു സേഫ് ആയിട്ട് പ്രിലിംസിനെ ക്രാക്ക് ചെയ്തെടുക്കുക. അവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നോക്കുകയാണെങ്കിൽ 50 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് 20, മാത്സ് 20, മലയാളം 10. അതിനകത്ത് ഇത്രയും പരീക്ഷകൾ നോക്കിയാൽ ഈ 3 വിഷയങ്ങളും PSC ഘടിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്കവിടെ സേഫ് ആയിട്ട് ഒരു 37 മാർക്ക് നമുക്കവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി GK ഏരിയ നോക്കുകയാണെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അതില് എത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഒരു 25 ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ 25 ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള അടിച്ചിട്ടാൽ പോലും അവിടെ എത്ര മാർക്കായി? 37 + 25, 47, 57, 62 മാർക്കായി സേഫ് ആയിട്ട് നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞ മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കുക, എല്ലാ കുട്ടികൾക്കും എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇവരാദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും അറ്റൻഡ് ചെയ്ത് വെക്കും, ഒരു സേഫ് ആയിട്ടൊരു സ്കോർ അവിടെ ചെയ്തു വെക്കും. എന്നിട്ട് അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ ഓക്കെ കുറെ കുട്ടികളൊക്കെ ഫുൾ അങ്ങ് അടിച്ചു വെച്ചേക്കുന്നു, എല്ലാം ചെയ്തു വെച്ചേക്കുന്നു. അപ്പൊ നമുക്കൊരു ഇൻസെക്യൂരിറ്റി അങ്ങ് വീഴും. അതായത് അവരെല്ലാം ഫുൾ അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ എനിക്കും അറ്റൻഡ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുഴുവൻ നമ്മൾ, അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് മാക്സിമം നെഗറ്റീവ് മാർക്കുകൾ അവിടെ മേടിച്ചു വെക്കാൻ ശ്രമിക്കും. നിങ്ങൾ ആ ലൂപ്പിൽ ഒരിക്കലും വീഴരുത്. അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക. കാരണം പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. ഒരു സേഫ് ആയിട്ട് ഒരു 60+ മാർക്ക് അവിടെ സ്കോർ ചെയ്ത് വെക്കുക. നമ്മൾ പ്രിലിംസ് പാസ്സായിരിക്കും. ഓക്കെ. അപ്പൊ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് ടെൻഷൻ ഒന്നുമില്ലാതെ പേടിക്കാതെ, കാര്യം നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടാണ് അവിടെ പോകുന്നത്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് അവിടെ കിട്ടും. പാനിക് ആവരുത്. അത് മാത്രം അറ്റൻഡ് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രിലിംസ് പാസ്സായിരിക്കും. അത് കഴിഞ്ഞ നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, GKയിലെ ഹോട്ട് ടോപ്പിക്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോവാം. 2021 മുതൽ 2025 വരെയുള്ള പ്രിലിംസ് പേപ്പറുകൾ എടുത്ത് നോക്കിയാൽ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് നോക്കിയാൽ GKയിലെ 50 ടോപ്പിക്കുകളിൽ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിക്കാതെ ഈ 50 ടോപ്പിക്കുകളിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. ഇത് തീർത്തതിന് ശേഷം മാത്രമേ ബാക്കി എന്ത് ടോപ്പിക്കിലേക്ക് നിങ്ങൾ പോവാവും. ഓക്കെ. അപ്പൊ ഈ 50 ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ. മാത്രമല്ല മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, കുറെ എക്സാംസ് എഴുതിയ ഒരു അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തേ നിങ്ങൾ മുമ്പോട്ട് പോവാം. ഇനി നിങ്ങളുടെ മുമ്പിൽ ഏതാണ്ട് ഒരു 14 ദിവസങ്ങളുണ്ട്. ആ 14 ദിവസങ്ങൾ കൊണ്ടും കുറെ ടോപ്പിക്ക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഈ 4 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, അല്ലാതെ അവിടെ ടോപ്പ് അടിക്കുന്നവനും ഒരു പ്രയോറിറ്റിയും കിട്ടത്തില്ല. സോ മെയ് 2 ഇനിയും 14 ദിവസങ്ങൾ മുമ്പിലുണ്ട്. പോയി തകർത്ത് വെച്ച് പഠിച്ചോ, എന്നിട്ട് പോയി ജയിച്ചു.